അഹമ്മദ് ദേവർകോവിലിൻ്റെ പേര് പറഞ്ഞപ്പോൾ എന്താ റെജി ചിരിച്ചത്? റെജിക്ക് പോകാൻ സമയമായി, അതുകൊണ്ടാണ് ഞാൻ റെജിയിലേക്ക് വരുന്നത്. പെട്ടെന്ന് പറയാം. എനിക്കൊരു മറ്റൊരു സൂം മീറ്റിങ്ങുകളാണ്. ഞാൻ ശ്രീകുമാർ സാറിന് മാത്രം ഒരു മറുപടി പറയട്ടെ. ശ്രീകുമാർ സാർ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ചും എല്ലാം അദ്ദേഹം വളരെ വിശാലമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എന്തായാലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമെന്നുള്ളൊരു ആരോപണം എനിക്കില്ല. കാരണം അദ്ദേഹം സാത്വികനായ ഒരു കോൺഗ്രസ്സുകാരാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ 85,000 വോട്ട് എവിടെ പോയി? ആ 85,000 വോട്ട് ബഹുഭൂരിപക്ഷവും അതും പുതിയ വോട്ടർമാരെ ഉൾക്കൊള്ളാണ്ട് തന്നെ അത് സുരേഷ് ഗോപിക്ക് പോയതുകൊണ്ടാണല്ലോ നിങ്ങളുടെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോയതും ആ സ്ഥാനാർത്ഥി ഇപ്പോൾ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുള്ള പ്രഖ്യാപനത്തോടുകൂടി അദ്ദേഹം കോഴിക്കോട് വീട്ടിൽ പോയി വസിക്കുന്നത്. കൂടാതെ കണ്ട് കേരള ചരിത്രത്തിൽ കേൾക്കാതെ കാണാത്ത രീതിയിൽ, ഉത്തരേന്ത്യയിൽ പോലും കാണാത്ത രീതിയിൽ നിങ്ങളുടെ DCC ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ട കൂട്ടയടി, കൂട്ടത്തല്ല്, ഇത് കേട്ടോ, കൂട്ടത്തല്ല്, അത് ജനൻ TV ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ ചാനലും കാണിച്ചു. അതിന് നാണക്കേടുണ്ടല്ലേ നിങ്ങളുടെ DCC ഭാരവാഹികളെ മുഴുവൻ പുറത്താക്കേണ്ട വന്നത്? അപ്പോൾ നിങ്ങളുടെ വോട്ട് എങ്ങോട്ട് പോയി? അപ്പം നിങ്ങളല്ലേ അവിടെ സുരേഷ് ഗോപി വിജയിപ്പിച്ചത് അല്ലെന്ന് സാറിന് പറയാൻ പറ്റുമോ? കാരണം കണക്കുകൾ സംസാരിക്കും. ഞങ്ങളുടെ വോട്ടിൽ 9,000 വോട്ട് ഞങ്ങൾക്ക് വർദ്ധിക്കുക പിന്നെ അവിടെ സുനിൽകുമാറിന്. സാറ് മനസ്സിലാക്കണം, ഒരൊറ്റ വോട്ട് പോലും ഞങ്ങളുടെ ചോർന്നിട്ടില്ല. അപ്പോൾ വളരെ വ്യക്തമല്ലേ, അതിന്റെ പേരിലല്ലേ തൃശ്ശൂർ കൂട്ടയടി ഉണ്ടായത്? തൃശ്ശൂരിൽ തകർത്ത് തൃശ്ശൂരിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് അപമാനമായിട്ടുണ്ട് 5 മണിക്കൂറോളം കൂട്ടയടി ഉണ്ടായത്. എന്തിനു വേണ്ടിയിട്ടാ? എങ്ങനെയാണ് കെ മുരളീധരനെ പോലെ കുരുതി കൊടുത്തുകൊണ്ട് നിങ്ങൾ തൃശ്ശൂർ സ്ഥാനാർത്ഥിയാക്കിയത്? അദ്ദേഹത്തെ പോലെ തന്നെ കേരളത്തിൽ എവിടെ പോയാലും ചെറിയ പേഴ്സന്റെ വോട്ട് കിട്ടുന്ന സമുന്നതനായി ഇന്ന് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു നേതാവിനെ നിങ്ങൾ കുരുതി കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാ? BJPക്ക് വേണ്ടിയിട്ടുള്ള അച്ചാരം മേടിച്ചുകൊണ്ട് വോട്ട് പറിക്കാനായിട്ടല്ലെന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? കണക്കുകളെ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഏതായാലും ശ്രീകുമാർ സാറിന് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ ദയവായിട്ട് ഒഴിവാകുവാണ്. എന്നെ അതിന് അനുവദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.